ടൈറ്റാനിക് എന്ന പേര് കേൾക്കാത്തവർ വളരെയധികം ചുരുക്കമായിരിക്കും. 1912 ഏപ്രിൽ 10 യാത്ര തുടങ്ങി 3-ാം ദിവസം ഒരു വലിയ മഞ്ഞുമലയിൽ ഇടിച്ച് മുങ്ങിയതാണ് ടൈറ്റാനിക്. ആദ്യ യാത്ര തന്നെ അന്ത്യയാത്രയാക്കി ടൈറ്റാനിക്കിന്റെ മാറിയിരുന്നു. വിധിയുടെ തുരുമ്പിച്ച ഒരു അടയാളമാണ് ടൈറ്റാനിക്. ചരിത്രത്തിലെ നായകനിൽ നിന്നും ചരിത്രത്തിലെ തന്നെ ദുരന്ത നായകനായി മാറുകയായിരുന്നു യഥാർത്ഥത്തിൽ ടൈറ്റാനിക്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ടൈറ്റാനിക് ഇതുവരെ കടലിൽ നിന്നും പുറത്തെടുത്തിട്ടില്ല. അതിനുള്ളിൽ ഒരു പ്രധാന രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്നത്തെ അത്രയും യാത്രാവിമാനങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല. ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിലുള്ള പ്രധാന മാർഗം എന്നത് കപ്പലായിരുന്നു. ഇംഗ്ലണ്ടിലെ തന്നെ 1-ാം കിട കപ്പൽ കമ്പനിയാണ് വൈറ്റ് സ്റ്റാർ ലൈൻ എന്നത്. ഇവരുടെ പ്രധാന എതിരാളിയാണ് ഗന്നേഡ് എന്ന കമ്പനി. ഈ രണ്ട് കമ്പനികളും ഇംഗ്ലണ്ടിലായിരുന്നു. ഗന്നേഡ് കമ്പനി ഒരിക്കൽ വേഗം കൂടിയ 2 കപ്പലുകൾ പുറത്തിറക്കുകയുണ്ടായി. ഇത് വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിക്ക് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു. തുടർന്ന് അവർ ഇതിനെതിരെ കപ്പൽ നിർമ്മിക്കാൻ തുടങ്ങി. വേഗം കൂടിയ കപ്പലുകളെ ആഡംബര കപ്പലുകൾ ഉപയോഗിച്ച് തോൽപ്പിക്കാമെന്നാണ് ഇവർ പ്രധാനമായും കരുതിയിരുന്നത്. ഇവരുടെ ഈ മത്സരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ടൈറ്റാനിക് കപ്പൽ നിർമ്മിച്ചത്. പ്രധാനമായും 3 കപ്പലുകളാണ് വൈറ്റ് സ്റ്റാർ കമ്പനി ഇറക്കിയത്. അതിലൊന്നായിരുന്നു ടൈറ്റാനിക്. ഈ 3 കപ്പലുകളും യഥാർത്ഥത്തിൽ ദുരന്തത്തിന്റെ പ്രതീകങ്ങളായിട്ടാണ് മാറിയതും. ആദ്യമുണ്ടാക്കിയ ഒളിമ്പിക് എന്ന കപ്പൽ മറ്റൊരു കപ്പലുമായി കൂട്ടിയിടിച്ച് അനേകം പേർ മരിക്കുകയുണ്ടായി. എന്നാൽ ഈ കപ്പൽ ടൈറ്റാനിക് പോലെ മുങ്ങിയില്ല. ഇതിനെ തുടർന്നാണ് ടൈറ്റാനിക് കപ്പൽ നിർമ്മിച്ചത്. ടൈറ്റാനിക്കിന്റെ ആദ്യ യാത്ര തന്നെ അന്ത്യയാത്രയായി മാറിയിരുന്നു. 1908 ഏപ്രിലായിരുന്നു ടൈറ്റാനിക് എന്ന പേര് പരസ്യമായി പ്രഖ്യാപിച്ചത്. 1909 മാർച്ച് 31 കപ്പലിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. 1911 മാർച്ച് 31 കപ്പൽ പുറത്തിറങ്ങിയത് കമ്പനി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏകദേശം ഈ കപ്പലിന് 269 മീറ്റർ നീളവും 28 മീറ്റർ വീതിയും 54 മീറ്റർ ഉയരവും ഉണ്ടായിരുന്നു. ഏകദേശം 20 ബസ്സുകൾ വരിവരിയായി നിർത്തിയിട്ടാൽ അത്രയും നീളമുണ്ടായിരുന്നു ടൈറ്റാനിക് കപ്പലിന്. മാത്രമല്ല 3547 ആളുകൾക്ക് യാത്ര ചെയ്യാനും ഈ കപ്പലിലൂടെ കഴിയുമായിരുന്നു. ടൈറ്റാനിക്കിന്റെ ആദ്യ യാത്ര 1912 ഏപ്രിൽ 10 ഇംഗ്ലണ്ടിലെ തുറമുഖമായ സതാപ്റ്റണിൽ നിന്ന് പുറപ്പെടുമെന്നാണ് പ്രഖ്യാപനം നടത്തിയത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, യാത്രയ്ക്കുള്ള ദിവസങ്ങൾ അടുത്തു വരുമ്പോൾ പോലും ടൈറ്റാനിക്കിന്റെ പണികൾ പൂർത്തിയായിരുന്നില്ല. കപ്പലിന്റെ അടിത്തട്ടിൽ പണിക്കാർ രാപ്പകലില്ലാതെ പണിയെടുക്കുകയായിരുന്നു. കൂടാതെ പല ഭാഗങ്ങളിൽ നിന്നും നേരിയ തോതിൽ തീപ്പൊരികളും ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് പരിഹരിച്ച് കപ്പൽ യാത്രയ്ക്ക് പുറപ്പെടുകയായിരുന്നു. അവസാനം 1912 ഏപ്രിൽ 10 ടൈറ്റാനിക് യാത്ര ആരംഭിച്ചു. ന്യൂയോർക്കിലേക്കായിരുന്നു കപ്പലിന്റെ ആദ്യ യാത്ര. യാത്ര തുടങ്ങി 4-ാമത്തെ ദിവസം 1912 ഏപ്രിൽ 10 11:40 നല്ല മൂടൽമഞ്ഞുള്ള രാത്രിയായിരുന്നു. ഒന്നും തന്നെ വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നുമില്ല. ഇതിനെ തുടർന്നാണ് കപ്പൽ ഒരു മഞ്ഞുമലയിൽ ഇടിച്ചത്. മഞ്ഞുപാളിൽ നേരിട്ടിടിക്കുന്നതിന് പകരം പാർശ്വഭാഗമാണ് ഉരഞ്ഞു കയറിയത്. അതിനാൽ തന്നെ കപ്പലിന്റെ അടിഭാഗം ഏറെ കീറിയിരുന്നു. ഏകദേശം 300 അടി നീളത്തിലായിരുന്നു മഞ്ഞുമലയുടെ അറ്റം കപ്പലിലേക്ക് തുളച്ചു കയറിയത്. വെള്ളം കയറാത്ത 16 അറകളുള്ള ചട്ടക്കൂടിൽ 5 അറകൾ തകരുകയുണ്ടായി. ബാക്കിയുള്ള അറകളിലേക്ക് വെള്ളം കയറാനും തുടങ്ങിയിരുന്നു. കപ്പൽ വെള്ളത്തിലേക്ക് താഴാൻ തുടങ്ങിയപ്പോൾ 705 പേർ മാത്രമായിരുന്നു ലൈഫ് ബോട്ടുകളിൽ കയറിയത്. തുടർന്ന് കപ്പൽ കടലിലേക്ക് വേഗത്തിൽ മുങ്ങാൻ തുടങ്ങി. പുലർച്ചെ 1:55 18ാമത്തെ ലൈഫ് ബോട്ടും കടലിലേക്ക് ഇറക്കി. എന്നാൽ അത് 15 അടി മാത്രമാണ് താഴ്ത്തേണ്ടി വന്നിരുന്നത്. കാരണം കപ്പൽ അത്രയധികമാണ് കടലിലേക്ക് മുങ്ങിയത്. പുലർച്ചെ 2:05 അവസാന ലൈഫ് ബോട്ടും ഇറക്കുകയുണ്ടായി. തുടർന്ന് കപ്പൽ കടലിന്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നു. ഈ ദുരന്തത്തിന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിലനിൽക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ടാണ് ടൈറ്റാനിക് ഇപ്പോഴും പുറത്തെടുക്കാത്തതെന്നത്. ഇതിനുള്ള ഉത്തരങ്ങളും നിരവധിയാണ്. അപകടം നടന്നതിന് ശേഷം 70 വർഷങ്ങൾ കഴിഞ്ഞാണ് ടൈറ്റാനിക് കടലിനടിയിൽ നിന്നും കണ്ടെത്തിയത്. കപ്പൽ കണ്ടെത്തിയത് അമേരിക്കൻ നാവികസേന ഉദ്യോഗസ്ഥൻ റോബർട്ട് ബെലാന്റ് യഥാർത്ഥത്തിൽ കടലിന്റെ ആഴത്തിൽ തിരിഞ്ഞത് ടൈറ്റാനിക് ആയിരുന്നില്ല. അമേരിക്കയുടെ മുങ്ങിപ്പോയ 2 ആണവ കപ്പലുകൾ തേടിയുള്ള യാത്രയിൽ തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹം ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ടൈറ്റാനിക് കടലിൽ മുങ്ങിത്താഴ്ന്നിട്ട് ഏകദേശം 110 വർഷങ്ങളോളം കഴിഞ്ഞു. പഠനങ്ങൾ പറയുന്നതനുസരിച്ച് ടൈറ്റാനിക്കിന്റെ പല ഭാഗങ്ങളും ദ്രവിച്ചു പോയെന്നാണ്. മാത്രമല്ല ടൈറ്റാനിക് പുറത്തെടുക്കാൻ ശ്രമിച്ചാൽ തന്നെ അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഒരു വിഭാഗം ബാക്ടീരിയയുടെ ആഹാരമാണ് ടൈറ്റാനിക് കപ്പൽ. തുരുമ്പുകൾ പ്രധാനമായും കഴിക്കുന്നത് ഹാലോമോണസ് ടൈറ്റാനിക് എന്നറിയപ്പെടുന്ന ഒരുതരം ബാക്ടീരിയകളാണ്. നഗ്നേന്ദ്രങ്ങൾ കാണാൻ പോലും കഴിയാത്ത വെറും 2 മൈക്രോമീറ്റർ മാത്രം വലുപ്പമുള്ള ഈ ബാക്ടീരിയകൾ 1-2 ദശകത്തിനുള്ളിൽ ടൈറ്റാനിക് പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നാണ് ശാസ്ത്രലോകം വെളിപ്പെടുത്തുന്നത്. കടലിന്റെ 12,000 അടി താഴ്ചയിലാണ് ടൈറ്റാനിക് കിടക്കുന്നത്. ഇത് ഏകദേശം 4 കിലോമീറ്റർ ആഴത്തിലാണ്. അതിനാൽ തന്നെ ഇത്രയും താഴ്ചയിൽ കപ്പൽ പൊക്കിയെടുക്കുക എന്നത് വളരെ അപകടകരമായ കാര്യവുമാണ്. മാത്രമല്ല ടൈറ്റാനിക്കിലെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. യാഥാർത്ഥ്യം എന്തെന്നാൽ ടൈറ്റാനിക് പുറത്തെടുക്കാനുള്ള നിരവധി പദ്ധതികളും പല കാലങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ശാസ്ത്രലോകം വെളിപ്പെടുത്തുന്നത് 10-20 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ടൈറ്റാനിക് പൂർണ്ണമായും കടലിൽ നിന്നും അപ്രതീക്ഷിതമാകുമെന്നുമാണ്.